സൈന പ്ലേയിൽ സ്ഥാനാർത്ഥി ശ്രീകുട്ടന് ശേഷം ടൊവിനോ തോമസ്, സൗബിൻ ഷാഹിർ, ഭാവന തുടങ്ങിയവർ അഭിനയിക്കുന്ന നടികർ ഉടൻ വരുന്നു സൈന പ്ലേ. ഡൗൺലോഡ് ദി ആപ്പ് നൗ. സത്യം പറഞ്ഞാൽ യാത്രയോടുള്ള അമിതമായ ആഗ്രഹം കൊണ്ടല്ല ഞാൻ എൻ്റെ സഞ്ചാരം തുടങ്ങിയത്. ബാല്യകാലം മുതൽ യാത്ര ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷേ ഞാൻ എൻ്റെ സഞ്ചാരം എന്ന് പറയുന്നത് ഇന്ന് നിങ്ങൾ അറിയുന്ന ആ യാത്രകൾ ആരംഭിച്ചത് ടെലിവിഷൻ പ്രോഗ്രാം ഉണ്ടാക്കാൻ വേണ്ടിയാണ്. ഞാൻ ടെലിവിഷൻ മേഖലയെയാണ് ഭ്രാന്തമായി ഇഷ്ടപ്പെട്ടിരുന്നത്. ടെലിവിഷൻ അല്ല, വിഷ്വൽ മീഡിയ. ആ വിഷ്വൽ മീഡിയയ്ക്ക് വേണ്ടി എന്ത് പുതുമയുള്ള പരിപാടി ഉണ്ടാക്കാമെന്നുള്ളൊരു വലിയ അന്വേഷണത്തിലാണ് അന്നുവരെ ആരും ചെയ്യാത്ത, ഇന്ത്യയിൽ തന്നെ അന്ന് ട്രാവലോഗുകളില്ല, 97-ലെ കാര്യം ഞാൻ പറയുന്നത്. അപ്പോൾ ട്രാവലോഗ് എന്തുകൊണ്ട് പൊറ്റക്കാടൊക്കെ അക്ഷരം കൊണ്ട് എഴുതിയ സാധനം നമുക്ക് ക്യാമറ കൊണ്ട് കാണിച്ചുകൂടാ എന്ന ചിന്തയുണ്ടാവുകയും, അപ്പോൾ അതിൻ്റെ ഒരു പ്രധാന മേഖല, ട്രാവലിൻ്റെ ഒരു മേഖലയിലേക്ക് അങ്ങ് കടക്കാം എന്ന് തീരുമാനിച്ച്. അപ്പോൾ അന്ന് വലിയ സാഹസികമായ പരിപാടിയാണ്. കാരണം ടെലിവിഷൻ്റെ ആ കാലഘട്ടത്തിൽ 97 എന്ന് പറഞ്ഞാൽ ടെക്നോളജി കുറച്ചുകൂടെ പുറകിലാണ്. കോമ്പാക്റ്റായ എക്യുപ്മെൻറ്റ്സ് ഇല്ല, ഫെസിലിറ്റികളില്ല. അങ്ങനെ അപ്പം ഒത്തിരി ആളുകളുമായിട്ട് പോകാനും പറ്റില്ല, ഭയങ്കര എക്സ്പെൻസീവാണ്. വിദേശയാത്ര 90s എന്ന് പറഞ്ഞാൽ നമുക്ക് സങ്കല്പിക്കാൻ പറ്റുന്നതല്ലല്ലോ. അങ്ങനെ ടെലിവിഷൻ പ്രോഗ്രാം ഉണ്ടാക്കാൻ ഒറ്റയ്ക്ക് യാത്ര ചെയ്ത് എങ്ങനെ ചെയ്യാമെന്നുള്ളൊരു സാഹസ ബുദ്ധിയിൽ അങ്ങ് തുടങ്ങിയതാണ് സഞ്ചാരം. ഇപ്പം സാർ ചെയ്ത യാത്രകളിൽ അവിടെയുള്ള ഒരുപാട് ആളുകളെ കാണുകയും പരിചയപ്പെടുകയും ഇപ്പോഴും ഇൻ ടച്ചിലിരിക്കുകയും ചെയ്യുന്നുണ്ടായിരിക്കാം. അപ്പോൾ ഈ യാത്രകൾ വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്, അന്ന് സാർ പറഞ്ഞ പോലെ എൻ്റെ രാജ്യത്ത് നിന്ന് രക്ഷപ്പെട്ടാൽ മതി എന്ന് പറഞ്ഞ് പോകുന്ന ആൾക്കാരുണ്ട്. ആ പോയ ആൾക്കാരുടെ ഇടയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നതാണ് റിവേഴ്സ് മൈഗ്രേഷൻ. അതിന് വേണ്ടിയിട്ടുള്ള ഏജൻസീസ് വരുന്നുണ്ട്, അതായത് തിരിച്ചു വരാനായിട്ട് അവർ നോക്കുന്നുണ്ട്. അപ്പോൾ റീസെൻ്റ്ലി ഞാൻ സംസാരിച്ച ഒരാൾ എൻ്റെ അടുത്ത് പറഞ്ഞു, തിരിച്ചു വരണം എന്നുണ്ട്, പക്ഷെ അങ്ങനെ NRI ആയിട്ട് നിൽക്കുന്ന ഒരാൾക്ക് തിരിച്ച് നാട്ടിലേക്ക് വരണമെന്ന് തോന്നുമ്പോൾ അതിന് പ്രതീക്ഷ നൽകുന്ന എന്ത് കാര്യങ്ങളാണ് നാട്ടിലുള്ളതെന്ന്. എനിക്ക് കുറേ നമുക്കിങ്ങനെ അനർകളും പറയാൻ വരുവാ. നമ്മൾ ഇന്ത്യയിൽ മെഡിക്കൽ സിസ്റ്റം അങ്ങനെയാണ്, ഇന്ത്യയിൽ ഇങ്ങനെയാണ്, അങ്ങനെ കുറേ കാര്യങ്ങൾ എൻ്റെ മനസ്സിലേക്ക് വന്നു. പക്ഷേ എനിക്ക് അത്രയും ക്ലാരിറ്റിയിൽ അത് പറയാൻ പറ്റില്ല, കാരണം ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ഈ പത്രത്തിൽ വായിച്ച അറിവും TV കണ്ട കാഴ്ചകളുള്ളൂ, താങ്കൾ നേരിട്ട് കണ്ടതാണ്. അപ്പം പുറത്ത് നിൽക്കുന്ന ഒരു NRIക്ക് ഇന്ത്യയിലേക്ക് മടങ്ങി വരണമെന്ന് തോന്നുകയാണെങ്കിൽ അയാൾക്ക് പ്രതീക്ഷ നൽകുന്ന കാര്യങ്ങൾ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ എന്തൊക്കെയാണ്? ഒത്തിരി കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇന്ത്യ ഗ്രോയിങ് എക്കോണമിയാണ്. ഗ്രോയിങ് എന്ന് പറഞ്ഞാൽ ഓരോ വർഷവും വളർന്നുകൊണ്ടിരിക്കുക. അതിപ്പോൾ ആര് ഭരിച്ചാലും ആ വളർച്ച ഉണ്ടാവും. അതിൻ്റെ പ്രധാന കാരണം ഇന്ത്യ വലിയൊരു മാർക്കറ്റാണെന്നുള്ളതാണ്. ഇത്രയും ഈ ജനസംഖ്യ എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. ജനസംഖ്യ നമ്മുടെ എക്കോണമിയായിട്ട് വളരെ ബന്ധപ്പെട്ടതാണ്. നിങ്ങൾ കേരളത്തിൽ വെച്ചോ അല്ലെങ്കിൽ ബോംബെ വെച്ചോ മഹാരാഷ്ട്രയിൽ വെച്ചോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സംസ്ഥാനത്ത് വെച്ചോ ഉണ്ടാക്കുന്ന ഒരു ഉൽപ്പന്നത്തിന് പോലും വേറൊരു വിദേശ മാർക്കറ്റ് പോലും കണ്ടുപിടിക്കേണ്ടതില്ല. അതെ, സിംഗപ്പൂർ ഉണ്ടാക്കുന്ന ഒരു പ്രോഡക്റ്റിന് വേറൊരു രാജ്യത്തെ മാർക്കറ്റ് അവർ കണ്ടുപിടിക്കണം. ഇത്രയേ ഉള്ളൂ. ഈ ആകപ്പാടെ എത്ര പേര് വാങ്ങും അത് ഉണ്ടാക്കിയാൽ? ഇവിടെ 150 കോടി ജനങ്ങളിങ്ങനെ നിൽക്കുകയാണ്. 140 എന്നൊക്കെ പറയുന്നു, 150 ആയിട്ടാണ് കണക്കൊക്കെ എടുത്തിട്ട് ഒത്തിരി ആയില്ലേ. അപ്പോൾ ഈ ആ ജനം മുഴുവൻ കൺസ്യൂം ചെയ്യാൻ റെഡി നിൽക്കുക. അപ്പോൾ ഈ ഒരു ചെറിയ തീപ്പെട്ടി ഉണ്ടാക്കുന്ന ആൾക്ക് പോലും വിൽക്കാനുള്ള സ്കില്ലുണ്ടെങ്കിൽ, അതാണൊരു പ്രധാന കാര്യം. നമുക്ക് സ്കില്ലുണ്ടോ, സർവൈവ് ചെയ്യാനുള്ള കഴിവുണ്ടോ? ഇപ്പം ഞാനൊക്കെ സ്ട്രഗിൾ ചെയ്തിട്ടില്ലെന്നല്ല അതിനർത്ഥം. നമ്മളൊക്കെ ഇന്നും ഈ സംരംഭം നിലനിർത്തുന്ന ഓരോ ദിവസവും കഠിനാധ്വാനം ചെയ്യുന്നുണ്ട്, നന്നായിട്ട് അധ്വാനിക്കുന്നുണ്ട്. സാധാരണ ഒരു ജനം ഉറങ്ങുന്നതിൻ്റെ ഒരു പകുതി കുറച്ചേ ഞാനൊക്കെ ഉറങ്ങാറുള്ളൂ. ഒരു ദിവസം അനുഭവിക്കുന്ന ടെൻഷനൊക്കെ ചെറുതൊന്നുമല്ല. പക്ഷേ ഈ ടെൻഷനൊക്കെ അനുഭവിക്കുമ്പോഴും നമുക്ക് മറ്റൊരു രാജ്യത്ത് പോയി ഒരു ജോലിക്കാരനായിട്ട് ജീവിക്കണം, അല്ലെങ്കിൽ ആ നാട്ടിലെ ഒരു പ്രവാസിയായി ജീവിക്കണം എന്ന് തോന്നാത്തതിൻ്റെ കാര്യം എന്താ? നമ്മളാ ചെയ്യുന്നൊരു സംതൃപ്തി കിട്ടുന്നുണ്ട്, നമുക്കതിനൊരു റിസൾട്ട് കിട്ടുന്നുണ്ട്. നമ്മൾ സ്മാർട്ടാണെങ്കിൽ, സ്മാർട്ടാകാൻ നമ്മൾ ശ്രമിക്കണം. നമ്മൾ അതിനുവേണ്ടി എഫർട്ട് എടുക്കുകയല്ലേ ചെയ്യുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, യൂട്യൂബ് എന്ന് പറയുന്ന ഒരു സംവിധാനം വന്നതിന് ശേഷം ഈ സാധ്യതകൾ പ്രയോജനപ്പെടുത്താമായിരുന്ന ലക്ഷക്കണക്കിന് ആളുകൾ കേരളത്തിലില്ലേ? എന്നാൽ ഉപയോഗപ്പെടുത്തുകയും അതിലൂടെ വളർന്നുകയും ചെയ്ത എത്ര പേരുണ്ട്? അതിനാരെങ്കിലും കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? നമ്മളാ ചെയ്യാന്ന്. സർക്കാരിൻ്റെ കുഴപ്പം കൊണ്ടാണോ? വേറെ എന്തെങ്കിലും കുഴപ്പം കൊണ്ടാണോ? റോഡില്ലാത്തത് കൊണ്ടാണോ? അമേരിക്കയിൽ ചെയ്യുന്ന അതേ പണി ഇവിടെ ഇരുന്ന് ഈ സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് വളരണമെന്നുണ്ടെങ്കിൽ എത്രയോ ഈ കേരളത്തിലെ അത്യാവശ്യം വിവരവും ബോധമുള്ള ആർക്കും ഇന്നോവേറ്റീവായിട്ട് ചിന്തിച്ച് ചെയ്യാമായിരുന്ന കാര്യമാണ്. പക്ഷേ അതിൻ്റെ പ്രയോജനം എടുക്കുന്ന എത്ര പേരാണ്? കൂടിപ്പോയാൽ കേരളത്തിൽ ഒരു 1500 പേര് കാണും അത് എഫക്റ്റീവായിട്ട് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ 2000 പേര് കാണും. നമ്മളറിയുന്ന ഇഫക്റ്റീവ്ലി അല്ലെങ്കിൽ വൻ വിജയമായി മാറിയ ഒരു 1500-2000 പേരേ ഉള്ളൂ. ബാക്കി 3.5 കോടി ജനങ്ങൾ എന്തുകൊണ്ടത് ഉപയോഗിച്ചില്ല എന്ന് പറഞ്ഞാൽ അവർക്കത് തോന്നിയില്ല, അതിനുള്ള ആശയം ഉണ്ടാക്കിയില്ല, അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്തില്ല, അതിനുള്ള ഹോം വർക്ക് ചെയ്തില്ല, അതിനുവേണ്ടി എഫർട്ട് എടുത്തില്ല എന്നുള്ളതാണ്. എഫർട്ട് എടുക്കുന്ന ഒരാൾക്ക് സാധ്യതകളുണ്ട്, ഒരു സംശയം വേണ്ട. അത് കേരളത്തിലുണ്ട്, ഇന്ത്യയിലുണ്ട്. ഇപ്പോൾ കേരളത്തിലല്ലേ ഞാനൊക്കെ സംരംഭം നടത്തുന്നത്. അതെ, പ്രതിസന്ധികളില്ലാഞ്ഞിട്ടല്ല. അതിനെ മറികടക്കാനുള്ള ടെക്നോളജിയും വഴികളും നയവും തന്ത്രജ്ഞതയും ഒക്കെ നമ്മൾ അപ്ലൈ ചെയ്യണം. ഇപ്പോൾ ഒരു ഡോക്ടർ MBBS പാസ്സായ അല്ലെങ്കിൽ MD പാസ്സായി എല്ലാവരും പേരെടുത്ത ഡോക്ടർമാരാവുന്നുണ്ടോ? അവരുടെ എല്ലാം വീടിൻ്റെ മുമ്പിൽ ക്യൂ ഉണ്ടാവുന്നില്ലല്ലോ.
അപൂർവം ചിലരുടെ പേര് മുമ്പിലല്ലേ അല്ലെങ്കിൽ കുറച്ച് പേരുടെ അടുത്തല്ലേ ആളുകൾ ക്യൂ നിന്ന് പോയി കാണാൻ അപ്പോയിൻമെൻ്റ് എടുത്ത് പോയി നിൽക്കുന്നുള്ളൂ. അതിൻ്റെ കാരണം എന്താ? അപ്പോൾ MBBS പാസ്സായവരെല്ലാം വിദഗ്ധരായ ഏറ്റവും പ്രഗത്ഭരായ ആളുകളാവുന്നില്ല എന്ന് പറയുന്ന പോലെ തന്നെ ബിസിനസ്സിലും. ബിസിനസ് തുടങ്ങിയവരെല്ലാം വിജയിക്കാൻ വേണ്ടിയുള്ളതല്ല. അത് നിങ്ങൾക്കൊരു പ്രത്യേക സ്കില്ലും വൈദഗ്ധ്യവും മെയ്വഴക്കവും തന്ത്രജ്ഞതയും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ബിസിനസ് ആകുള്ളൂ. ആ തന്ത്രജ്ഞത ഇല്ലാത്തവരെല്ലാം കുറ്റം പറയുന്ന ഒരു സ്റ്റേറ്റിനെ ആയിരിക്കും, ഇവിടുത്തെ സംവിധാനങ്ങളെ ആയിരിക്കും. മനസ്സിലായില്ലേ? ഞാൻ ബിസിനസ് തുടങ്ങിയിട്ട് പൊട്ടിപ്പോയി, അത് ആരുടെ കുഴപ്പമാണ്? സ്റ്റേറ്റിൻ്റെയും സർക്കാർ സംവിധാനങ്ങളുടെയും പോരായ്മകൾക്ക് ഒരു കുറവുണ്ടെന്നല്ല ഞാനീ പറയുന്നത്. അതൊക്കെ ഇമ്പ്രൂവ് ചെയ്യേണ്ട സാധ്യതയുണ്ട്. നമ്മുടെ സർക്കാർ സംവിധാനം എന്ന് പറഞ്ഞാൽ ഇത്രയും ലത്താർജിയുള്ള, ഇത്രയും ഒരു അപ് ടു ഡേറ്റ് അല്ലാത്തൊരു സംവിധാനം വേറെയില്ല. അതൊക്കെ പരിഷ്കരിക്കേണ്ടത് തന്നെയാണ്. പക്ഷേ എങ്കിൽ പോലും എത്രയോ പ്രസ്ഥാനങ്ങൾ ഇവിടെ ഇപ്പോഴും വളർന്നു നിൽക്കുന്നുണ്ട്. അതെ. അപ്പം സാധ്യതകൾ ഇഷ്ടം പോലുള്ളൊരു കേരളമാണിത്, ഇന്ത്യയാണ്. ഭാവി നമ്മുടേതായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ചൈനയും ഇന്ത്യയും. കാരണം US ഇപ്പോൾ ഈ ട്രംപ് ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നതിൻ്റെ കാര്യം തന്നെ അവർക്കുണ്ടായ ഒരു അരക്ഷിതബോധത്തിൽ നിന്നല്ലേ ട്രംപ് ഇത്രയും പ്രശ്നമൊക്കെ ഉണ്ടാക്കുന്നത്. അവർ ഒരു വലിയ വെല്ലുവിളി നേരിടുന്നുള്ളത് കൊണ്ടല്ലേ ഇത്ര ഹാർഷായ തീരുമാനങ്ങളും ടഫായിട്ടുള്ള ഡിസിഷൻസ് ഒക്കെ അവർ എടുക്കുന്നതിൻ്റെ കാര്യം. നമുക്ക് എതിരെ പ്രത്യേകിച്ച് അതിൻ്റെ കാര്യം എന്താ? നമുക്ക് ഇവരൊക്കെ ഇനി ഭീഷണിയാണെന്ന് അയാൾ തിരിച്ചറിയുന്നു. അല്ലെങ്കിൽ അമേരിക്കയുടെ സ്ഥിതി അത്ര സുഗമമല്ല. ഭാവിയിൽ കടം കയറി വലിയ തോതിൽ അവർ പ്രതിസന്ധി ഉണ്ടാകുന്നുണ്ട്. നമ്മൾ കേരളവും ഇന്ത്യയും ഒക്കെ കടം വാങ്ങുന്നതിനെ കുറിച്ച് പറയുമ്പോൾ അമേരിക്കയ്ക്കും ചൈനയ്ക്കുമാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ കടബാധ്യതയുള്ളത്. നമ്മൾ പറയാറില്ല. അല്ല, അത് നമ്മൾ അറിയത്തില്ല. അതാണ് കാര്യം. കാരണം നമ്മൾ ഈ സോഷ്യൽ മീഡിയയിലെ ചില വാലും തലയില്ലാത്ത ചില ബിറ്റൊക്കെ കണ്ടിട്ടാണ് നമ്മൾ നമ്മുടെ രാജ്യത്തെ അനലൈസ് ചെയ്യുന്നത്, ചില വിഷയങ്ങളെ അനലൈസ് ചെയ്യുന്നത്, തീരുമാനമെടുക്കുന്നത്. അത് ഏത് പണ്ഡിതനായ ഒരാളാണോ, പഠിച്ചിട്ടാണോ, അതൊരു വികാരപരമായിട്ട് എവിടെയോ ഒരു കവലയിൽ ഇരുന്നിട്ട് അടിച്ചു വിടുന്ന പടച്ചു വിടുന്നതാണോ നമ്മൾ അറിയുന്നില്ല. നമുക്ക് പെട്ടെന്ന് അങ്ങ് ഇൻസ്റ്റൻ്റായിട്ട് തോന്നുകയാണ്, ഇത് ശരിയാണല്ലോ, നമ്മൾ 100 പേർക്ക് ഷെയർ ചെയ്യുന്നു, നമ്മൾ അതിൻ്റെ അടി കമൻറ്റ് ഇടുന്നു, നമ്മളങ്ങ് തീരുമാനം എടുക്കുന്നു. അതിനകത്ത് വലിയൊരു ഘടകമാണ്. അപ്പോൾ ആളുകളെ ഈ ഇൻഫർമേഷൻ ഫ്ലഡാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതെ, കുത്തൊഴുക്കാണ്. അപ്പം ഇതൊക്കെ കൊണ്ട് നമ്മൾ ഓരോ രാജ്യത്ത് ഇരുന്നിട്ട് സങ്കല്പിക്കുകയാണ് ഇപ്പോൾ നമ്മൾ വളരെ മോശമായ സ്ഥിതിയിലാണെന്ന്. അല്ല, നമ്മുടെ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇൻ്റർനെറ്റ് മുതൽ ടെക്നോളജി മുതൽ ഏത് കാര്യത്തിലാണ് നമ്മൾ പുറകിൽ? സത്യം അല്ലേ? ലോകത്ത് ഇപ്പം അമേരിക്ക കിട്ടുന്ന ഏത് ഫെസിലിറ്റിയാണ് ഇന്ത്യ കിട്ടാത്തതുള്ളത് എന്ന് ചിന്തിച്ച് ചോദിക്കുക. സോഷ്യൽ സെക്യൂരിറ്റി ഉൾപ്പെടെയുള്ള ചില കാര്യങ്ങളിൽ നമ്മൾ പുറകിലാണ്. ഗവൺമെൻറ്റിൻ്റെ സംവിധാനങ്ങളിൽ ചില പുറകാണ്. പക്ഷേ ഫെസിലിറ്റി, ജീവിക്കാനുള്ള ഫെസിലിറ്റി, നിങ്ങൾക്ക് കാശ് മുടക്കിയാൽ അമേരിക്കയിലും കാശ് മുടക്കാതെ ഒന്നും കിട്ടില്ലല്ലോ. അവിടെ കിട്ടുന്ന ഏത് ഫെസിലിറ്റി ഇവിടെ കിട്ടില്ലേ? അമേരിക്കയിൽ ഒരു ഐഫോൺ ഇന്ന് റിലീസ് ചെയ്താൽ നാളെ അല്ല അടുത്ത ആഴ്ച ഇന്ത്യയിൽ വരുമല്ലോ. പണ്ട് നമ്മൾ ഫോറിൻ സാധനങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കണമായിരുന്നു. വിദേശത്ത് വരുന്ന ഒരാൾ കാത്തിരിക്കാൻ വേണ്ടി ഫോറിൻ സാധനം, ഫോറിൻ കുട വരെ, ഒരു കുട പോലും ഫോറിൻ കുട എന്ന് പറഞ്ഞാൽ നമ്മൾ വർഷങ്ങൾ കാത്തിരിക്കുന്നത്. എൻ്റെ ബാല്യകാലത്തൊക്കെ വിദേശത്ത് വരുന്ന പറയും മടക്കുന്ന കുടയും കൊണ്ടുവരുന്നത്, അതിന് ഫോറിൻ കുട എന്നാണ് പേരിട്ടിരുന്നത്. ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ വളർന്ന സമയത്തുണ്ട്. എന്തിനാ ലുങ്കി ഗൾഫിൽ നിന്ന് വരുന്നവരാ നല്ല നല്ല തുണിയുള്ള ഈ ലുങ്കിയും കയ്യിലൊക്കെ കൊണ്ടുവന്നിരുന്നത്. നാട്ടിൽ കിട്ടിക്കൊണ്ടിരുന്ന ഒരുമാതിരി പരുത്തി തുണിയായിരുന്നു. ഇതൊക്കെ 80s ജീവിച്ചിരുന്ന ആളുകൾ ചിന്തിച്ചു നോക്കിയാൽ മനസ്സിലാകും. നമ്മൾ ഒരു കാർ മര്യാദയ്ക്ക് കാണാൻ തുടങ്ങിയെന്നാ. നമുക്കൊരു അംബാസഡർ കാർ കിട്ടണമെങ്കിൽ 1 വർഷം കാത്തിരിക്കണമായിരുന്നു, ബുക്ക് ചെയ്തിട്ട് 1.5 വർഷമൊക്കെ. ഒരു ടെലിഫോൺ കണക്ഷൻ കിട്ടണമെങ്കിൽ MPയുടെ റെക്കമെൻഡേഷൻ വേണമായിരുന്നു ഒരു കാലത്ത്. 80s 90s കാര്യം ഞാനീ പറയുന്നത്. മരഞ്ഞാട്ടുള്ളിയിൽ നിന്ന് ഞങ്ങളുടെ എറണാകുളത്ത് പ്രിൻറ്റിങ് നടക്കുന്ന പ്രസ്സിലേക്ക് വിളിക്കണമെങ്കിൽ 1.5 മണിക്കൂർ ബുക്ക് ചെയ്തിട്ട് 1.5, 2, 3 മണിക്കൂറൊക്കെ ട്രങ്ക് ബുക്ക് ചെയ്തിട്ട് കാത്തിരിക്കായിരുന്നു. അപ്പോഴത്തേക്ക് അവിടെ പ്രിൻറ്റിങ് കഴിഞ്ഞിട്ടുണ്ടാവും. ഒരു തെറ്റ് വന്നത് തിരുത്താൻ പറയാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ ഇവിടെ ഞങ്ങൾക്ക് STD ഫെസിലിറ്റി ഇല്ലായിരുന്നു. മരഞ്ഞാട്ടുള്ളിൽ ഒരു STD ബൂത്താണ് ഉണ്ടായിരുന്നത്. അവിടെ രാവിലെ ചെന്ന് കഴിഞ്ഞാൽ ഒരു 15 പേര് ക്യൂ നിൽക്കുന്നുണ്ടാവും. 16ാമത്തെ ആളായിട്ട് എനിക്ക് പോയി നിൽക്കാൻ പറ്റുള്ളൂ. ഇതൊക്കെ ഉണ്ടായിരുന്ന ഒരു കേരളവും ഇന്ത്യയും നമ്മൾ സങ്കല്പിക്കുക. ഇന്ന് ലോക നിലവാരമുള്ള ഫെസിലിറ്റികൾ ഇവിടെ കിട്ടുന്നത്. ഇൻ്റർനെറ്റിൻ്റെ സ്പീഡ് നോക്കൂ. ഇത്രയും യൂട്യൂബ് വീഡിയോ നിങ്ങൾ തടസ്സമില്ല കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ സാറ്റലൈറ്റ് സംവിധാനങ്ങൾ മുതൽ അണ്ടർ സീ ഒപ്റ്റിക്കൽ ഫൈബർ മുതൽ എന്തെല്ലാം ഫെസിലിറ്റികൾ നമ്മൾ ഈ സോഷ്യൽ മീഡിയയിലൂടെ നമ്മുടെ നാടിനെയും നമ്മുടെ പോരായ്മകളെയും ഒക്കെ പറയുമ്പോഴും ഈ ടെക്നോളജി എത്ര അഡ്വാൻസ് ചെയ്ത് കഴിഞ്ഞു. നമ്മുടെ സാറ്റലൈറ്റുകൾ, ISRO പോലുള്ള സംവിധാനങ്ങൾ, നമ്മുടെ മിലിറ്ററി സംവിധാനങ്ങൾ, നമ്മുടെ ഡിഫൻസ് സിസ്റ്റം, അതുപോലെ തന്നെ ഇന്ന് പട്ടിണി മരണങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് കയ്യിലിരിപ്പ് കൊണ്ടാണെന്ന് ഞാൻ പറയും, നാട്ടുകാരുടെയും ആ പട്ടിണി കിടക്കുന്ന ആളുടെയും. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, എൻ്റെ ഗ്രാമത്തിൽ ഒരാൾ ഭക്ഷണമില്ലാതെ കിടക്കുകയാണെന്ന് അറിഞ്ഞാൽ, ആരെങ്കിലും അറിഞ്ഞാൽ അവർ പിന്നെ പട്ടിണി കിടക്കേണ്ടി വരില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. സമൂഹം അവർക്കുള്ള ഭക്ഷണം കൊടുത്തിരിക്കും. മനസ്സിലായില്ലേ? ഇല്ലേ? സാമൂഹ്യ സംഘടനകളാണെങ്കിലും പള്ളിയായിരിക്കാം, വ്യക്തികളായിരിക്കാം, അതിന് തയ്യാറുള്ള ഏത് ഗ്രാമത്തിലും അതിനുള്ള ആളുകളുണ്ട്. ഇല്ലേ? ചികിത്സയ്ക്ക് പോലും ഒന്നാലോചിക്കുക, ഒരാൾക്കൊരു രോഗം വന്നു, അയാൾക്ക് ട്രീറ്റ്മെൻറ്റിന് ഇത്ര ലക്ഷം രൂപ വേണം, അപ്പോഴേ ജനം അങ്ങ് ഇറങ്ങി പിരിച്ചു കൊടുത്ത് സഹായിക്കില്ലേ? അപ്പോൾ ഒന്നെങ്കിൽ നമ്മൾ അറിയാതെ പോകുന്നു, അല്ലെ അറിയിക്കാതെ പോകുന്നു. അതുകൊണ്ടാണ്. അല്ലാതെ ഇന്ന് പട്ടിണി കിടക്കുന്ന ഒരു ആളുകളെ നമുക്ക് അപൂർവമായിട്ട് കണ്ടെത്താൻ പറ്റും. പട്ടിണി ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞത്,
ഉത്തരേന്ത്യയിലെ പല ഗ്രാമങ്ങളും അതായ പ്രശ്നമുണ്ട്. അതിൻ്റെ കാരണം ഇതൊക്കെ തന്നെയാണ്. ആക്സസിബിലിറ്റി ഇല്ലാത്തതും അവിടുത്തെ സാമൂഹ്യ സംഘടനകളുടെ എഫിഷ്യൻസി കുറവും ഒക്കെ കൊണ്ടാണ്. എന്നാൽ ഇന്ത്യ രാജ്യത്ത് ഫുഡിൻ്റെ കാര്യത്തിൽ സെൽഫ് സഫിഷ്യൻ്റ് ആണ്. നമ്മുടെ ഗോഡൗണുകളിൽ, നമ്മളുടെ FCI ഗോഡൗണുകളിലൊക്കെ ഒരു 3-4 വർഷത്തേക്കുള്ള ഫുഡ് സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ ഈയിടെ ഒരു FCIയിലെ ഒരു ഉദ്യോഗസ്ഥനായിട്ട് സംസാരിച്ചപ്പോൾ. അല്ലാതെ ഇവിടെ ഭക്ഷ്യധാന്യങ്ങൾ ഇപ്പോൾ ഇറക്കുമതി ചെയ്യുന്ന വളരെ അപൂർവം ചില സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. ചില എണ്ണയൊക്കെ പോലെ ചില സാധനങ്ങളൊക്കെ ഉള്ളൂ. ബാക്കി സെൽഫ് സഫിഷ്യൻ്റായി നമ്മുടെ രാജ്യം. എന്നാൽ 70-കളിലോ 80-കളിലൊക്കെ ആയിരുന്നില്ല സ്ഥിതി. മനസ്സിലായില്ലേ? അപ്പം നമ്മൾ മാറുന്നുണ്ട്. ഞാൻ പറഞ്ഞത് ഇതൊരു സാധാരണ നിലവാരത്തിൽ ചിന്തിക്കുമ്പോൾ ഇതൊക്കെ ശരിയാണ്. പക്ഷേ എൻ്റെയൊക്കെ പ്രതീക്ഷയിൽ മാറേണ്ട ഒത്തിരി കാര്യങ്ങളുണ്ട്. ഒന്ന്, സിവിക് സെൻസ്. അത് നമുക്ക് യൂറോപ്പിലെയോ അമേരിക്കയിലെയോ ന്യൂസിലൻഡിലെയോ ആയിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. വൃത്തി, സൗന്ദര്യബോധം, പ്രകൃതിബോധം, ഇങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം നമ്മൾ മാറ്റം വരുത്തേണ്ടതുണ്ട്. ഇവിടെയൊക്കെ നമ്മൾ ഒരു 2 നൂറ്റാണ്ട് പുറകിലാണ് കിടക്കുന്നത്.